ഓക്കെ ഗൈസ്, എനിക്കറിയാം നിങ്ങൾ കംപ്ലീറ്റ്ലി ബിഗിനേഴ്സാണ്. നിങ്ങൾക്ക് ട്രേഡിങ്ങിനെ കുറിച്ച് ഒന്നും അറിയത്തില്ല, ABCD അറിയത്തില്ല, ട്രേഡിങ് എങ്ങനെ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല, ട്രേഡിങ് ഏത് പ്ലാറ്റ്ഫോമിൽ എടുക്കണം, ട്രേഡിങ് എങ്ങനെ പഠിക്കണം, അത് ട്രേഡിങ് പഠിക്കണ ഒരു സാധനമാണോ, ഇതൊന്നും നിങ്ങൾക്ക് അറിയില്ല എന്ന് എനിക്കറിയാം. ഓക്കെ, ഞാൻ ആദ്യം തന്നെ പറഞ്ഞേക്കാം, ട്രേഡിങ്ങിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ പിന്നെ ഒരു തിരിച്ചുവരവ് പ്രതീക്ഷിക്കരുത്. ട്രേഡിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ നിങ്ങൾ ട്രേഡിങ് തുടരണം. ഒരിക്കലും ട്രേഡിങ്ങിൽ ഇറങ്ങിയിട്ട് പിന്നെ പിന്തിരിഞ്ഞ് പോകാനാണെങ്കിൽ നിങ്ങൾ ഇപ്പോഴേ പിന്തിരിഞ്ഞ് പൊക്കോ. ട്രേഡിങ് അങ്ങനെ എല്ലാവർക്കും പറ്റിയ പണിയല്ല. കുറച്ച് കഴിവ് വേണം, എന്ന് വെച്ചാൽ കുറച്ച് മനക്കരുത്ത് വേണം. പണം ഉണ്ടാക്കാൻ കുറച്ച് മനക്കരുത്ത് വേണം. അങ്ങനെയുള്ളവർ മാത്രം നിന്നാൽ മതി. പിന്നെ കണ്ട ബോസുകളുടെ അടിമപ്പണി ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാം. മറ്റേ തൊഴിലെടുക്കാനോ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ പൊക്കോ. ഓക്കെ ഓക്കെ ഞാനിപ്പോൾ കുറച്ച് റിച്ച് മൈൻഡ് സെറ്റുള്ള ആൾക്കാർക്ക് വേണ്ടി മാത്രമായിട്ടാണ് ഈ കോഴ്സ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ കോഴ്സിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞുതരാം ഞാൻ. ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു വസ്തുവിനെ വില കുറഞ്ഞ സമയത്ത് വാങ്ങി വില കൂടിയ സമയത്ത് നമ്മൾ വിൽക്കും. ഇതാണ് ബേസിക്കലി ട്രേഡിംഗ് എന്ന് പറയുന്നത്. അല്ലാണ്ട് വേറെ മലമറിച്ച പരിപാടികളോ ഒന്നും തന്നെ ഇല്ല. ഓക്കെ, ആ ഒരു സംഭവം നിങ്ങൾ മനസ്സിലായില്ല. ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ പറഞ്ഞുതരാം. നിങ്ങളിപ്പോൾ സ്വർണ്ണം വില കുറയണ സമയത്ത് വാങ്ങിച്ചിട്ട് സ്വർണ്ണം വില കൂടിയ സമയത്ത് വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. ഇതേ സെയിം പ്രോസസ്സാണ് ട്രേഡിങ്ങിലും വന്നത്. ഇവിടെ സ്വർണ്ണത്തിന് പകരം നമ്മൾ ക്രിപ്റ്റോ കറൻസിയാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. പിന്നെ ഞാൻ പഠിപ്പിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് ഈ ഒരു പാറ്റേൺസ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റും കാര്യങ്ങളൊക്കെ പഠിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എവിടെ ഏതൊക്കെ സ്റ്റോക്ക് വാങ്ങാൻ പറ്റുമെന്നും പഠിപ്പിച്ചു തരും. അതുപോലെ തന്നെ എങ്ങനെയാണ് ക്രിപ്റ്റോ കറൻസി ഉപയോഗിച്ച് നല്ലൊരു ഏണിങ്സ് നിങ്ങൾക്ക് ഡെയിലി ഉണ്ടാക്കാമെന്നും പഠിപ്പിച്ചു തരും, അല്ലെങ്കിൽ മന്ത്ലി ഉണ്ടാക്കാമെന്ന് പഠിപ്പിച്ചു തരും. ഓക്കെ, അപ്പോൾ താല്പര്യമില്ലാത്തവന്മാരൊക്കെ ഇറങ്ങി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി താല്പര്യമുള്ളവർ വന്ന് നിന്നു. ഇനി പറയണത് വ്യക്തമായിട്ട് കേട്ടോ. നമ്മൾ ട്രേഡിങ് ചെയ്യണത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുമ്മാ നമ്മൾ പോയിട്ട് ക്യാഷ് എറിഞ്ഞ് ട്രേഡിങ് ചെയ്യാൻ പോവല്ല. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രേഡിങ് പഠിക്കുക. ട്രേഡിങ് പഠിക്കാണ്ട് ആരും ട്രേഡ് ചെയ്യാൻ ഇറങ്ങരുത്. കാരണം നമ്മൾ ട്രേഡിങ് പഠിക്കാണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഈ കാണുന്ന ഈ ഗ്രാഫ് കണ്ടാൽ മനസ്സിലാവും. ഇപ്പോൾ വെയിറ്റ് ചെയ്യും. ഇതിപ്പോൾ ഞാനിവിടെ ഓൾറെഡി കുറച്ച് പാറ്റേൺസ് വരച്ച് വെച്ചേക്കുന്നതാണ്. ഓക്കെ, ഇപ്പോൾ ഇങ്ങനത്തെ ഒരു പാറ്റേണൊക്കെ നിങ്ങൾ ട്രേഡ് എടുത്ത് ഇപ്പോൾ നിങ്ങൾ ഇവിടെ കൊണ്ടുപോയിട്ട് ട്രേഡ് എടുക്കുകയാണ്. ഈ ഒരു ഭാഗത്ത് നിങ്ങൾ ട്രേഡ് എടുക്കുകയാണ്. ഓക്കെ, ഇനി മേളിലേക്ക് പോയിരിക്കും എന്നൊക്കെ നിങ്ങൾ ചുമ്മാ വിചാരിച്ചു. പക്ഷേ ഇത് ഇവിടെയൊക്കെ വെച്ച് താഴേക്ക് പോയേക്കാണ്. പിന്നെയാണ് ഇത് മേലെ കയറിയത്, പിന്നെയും താഴേക്ക് ഇത് ഇത്രയും പോയി. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ പറ്റി ഒരു ഐഡിയ ഇല്ല. ഇത് എവിടെ പോയി എവിടെ എൻഡാവും എന്നൊന്നും ഒരു ഐഡിയ ഇല്ല. മനസ്സിലായോ? ഇപ്പോൾ നിങ്ങളിത് ഈ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം ഇവിടെ ഒരു മല പോലെ ഇങ്ങനെ കയറി പോകണുണ്ടോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ചിലപ്പോൾ ഇവിടെ കൊണ്ടുപോയിട്ടാണ് ബൈ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇനിയും മല പോലെ പോകും. പക്ഷെ അവിടെ സംഭവിക്കണം എന്താ, പിന്നെ അത് താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ മേളിലേക്ക് കയറുന്നുണ്ട്, പിന്നെയും താഴേക്ക് പോകുന്നുണ്ട്, പിന്നെ മേളിലേക്ക്. ആകെ ഒരു അലങ്കോലമായിട്ടാണ് ട്രേഡിങ് കിടക്കുന്നത്. അപ്പോൾ ഇത് പഠിച്ചെടുക്കാനായിട്ട് ചെറിയ ചെറിയ ടിപ്സ് ഉണ്ട്. എന്ന് വെച്ചാൽ കുറേ പാറ്റേണുകളുണ്ട് ട്രേഡിങ്ങിൽ. ഇതെല്ലാം നമ്മൾ പഠിച്ചെടുത്ത് നമുക്ക് നല്ലൊരു ട്രേഡർ ആവാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ അത്ര പേർക്ക് മനസ്സിലായി എന്ന് എനിക്കറിയത്തില്ല. ഓക്കെ, മനസ്സിലായവർക്ക് മനസ്സിലാക്കുക. പിന്നെ നമ്മൾ ട്രേഡിങ് പഠിക്കാൻ പോണത് നമ്മൾ പേപ്പർ ട്രേഡിംഗ് ആണ് ചെയ്യാൻ പോണത്. എന്ന് വെച്ചാൽ ₹1 ഇറക്കാണ്ട് നമ്മൾ ട്രേഡിംഗ് പഠിക്കാനാണ്. ഓക്കെ, അതിന് നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ കയറിയിട്ട് ട്രേഡിംഗ് വ്യൂ നിങ്ങളുടെ മൊബൈലിൽ ഉപയോഗിക്കാം, നിങ്ങളുടെ PC ഉപയോഗിക്കാം, എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. കാരണം ഇതൊരു വെബ്സൈറ്റാണ്. ഇവിടെ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് സൈനപ്പ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് വേണ്ട സ്റ്റോക്ക് ഏതാണോ അല്ലെങ്കിൽ ക്രിപ്റ്റോ ഏതാണോ അത് ജസ്റ്റ് നിങ്ങൾ സെർച്ച് ചെയ്യുക ഏതാണോ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ. പിന്നെ ഈ സാധനങ്ങളൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ ഇവിടെ കുറേ വരകൾ കാണാമല്ലോ, ഇതൊന്നും ഉണ്ടാവില്ല. ജസ്റ്റ് ഇങ്ങനെ ഇതുപോലെ പ്ലെയിൻ ആയിട്ടായിരിക്കും ഉണ്ടാവുന്നത്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ എങ്ങനെയാണ് പാറ്റേൺസ് വരയ്ക്കുക കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കണതും കാര്യങ്ങളൊക്കെ വന്നത്. അതുപോലെ തന്നെ ഈ ഒരു സാധനങ്ങൾ വരയ്ക്കാനായിട്ട് ഇപ്പോൾ എൻ്റെ ഇവിടെയായിട്ട് കുറച്ച് ടൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇങ്ങനെ ഒരു സാധനം നിങ്ങൾക്ക് ഉണ്ടാവത്തില്ല. അത് ഈ ഒരു സെക്ഷനിലാണ്. നിങ്ങൾക്ക് ഈ ലെഫ്റ്റ് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇവിടെയാണ് എല്ലാ ടൂൾസും കാര്യങ്ങളും തന്നെ. ഈ ഓരോ ടൂളിൻ്റെ അകത്തും ഒരു ലോഡ് ടൂൾസ് ഉണ്ട്. ഈ ഒരു സെക്ഷൻ്റെ അകത്തും കുറേ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താണ് എന്നൊക്കെ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ട്രേഡിങ് പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഇതിൽ മെയിനായിട്ട് എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് പാരലൽ ചാനൽ. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും ഇതുണ്ട്. ഓക്കെ, ഇവിടെ ഒരു പാരലൽ ചാനൽ നമുക്ക് ഫൗണ്ട് ചെയ്യാൻ പറ്റി. സൈഡ് വേസ് പാരലൽ ചാനലാണ്. ഇതുപോലെ കുറേ അധികം പാറ്റേൺസും അതുപോലെ ക്യാൻഡിലിൻ്റെ അനലൈസും കാര്യങ്ങളൊക്കെ ചെയ്യണം. കാരണം ഈ കാണുന്നത് ഒരു ക്യാൻഡിലാണ്. നിങ്ങൾക്ക് ഇവിടെ സൂം ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഈ ഓരോ പച്ച ക്യാൻഡിൽ അതൊരു ക്യാൻഡിലാണ്, ഇതൊരു ക്യാൻഡിലാണ് റെഡ്, ഈ ഒരു പച്ച, ഈ ഒരു പച്ച. ഈ പച്ച ക്യാൻഡിലിനെ പറയുന്ന പേരാണ് ബുള്ളിഷ് ക്യാൻഡിൽ. അതുപോലെ തന്നെ റെഡ് ക്യാൻഡിലിനെ പറയുന്ന പേരാണ് ബിയറിഷ് ക്യാൻഡിൽ. ഓക്കെ, ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി കുറച്ചും കൂടി കാര്യങ്ങൾ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ മേളിലായിട്ട് ഇവിടെ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇവിടെ ഒരു 4H എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇത് ഓരോ ടൈം ഫ്രെയിമുകളാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ 4H എന്ന് പറയുന്നത് 4 ഹവറാണ്.
എന്ന് വെച്ചാൽ നമ്മൾ ഈ കാണുന്ന ഒരു ക്യാൻഡിൽ 4 ഹവറാണ്. ഓക്കെ, ഞാൻ ജസ്റ്റ് നിങ്ങൾ കാണിച്ചു തരാം. ഈ ഒറ്റ ക്യാൻഡിലിൻ്റെ ടൈം നിങ്ങൾക്ക് താഴെ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും. തേഴ്സ്ഡേ 18 ജനുവരി 24 9:30 ഉള്ള ക്യാൻഡിലാണിത്. ഓക്കെ, നമ്മൾ അടുത്ത ക്യാൻഡിലേക്ക് പോകുമ്പോൾ 4 ഹവർ കഴിഞ്ഞിട്ടുള്ളതായിരിക്കും. കണ്ടോ, 1 മണി 30 മിനിറ്റിലാണ്. ആ വ്യത്യാസം കണ്ടോ, 9:30 1 മണി 30. ഓക്കെ, ആ ഒരു 4 ഹവറാണ് ഡിഫറൻറ്റ്. 4 ഹവറിലുള്ള അപ്പാണോ ഡൗൺ ആണോ എന്നാണ് നമ്മുടെ ഓരോ ക്യാൻഡിലും നമ്മളെ പഠിപ്പിക്കുന്നത്. ഇപ്പോൾ ഈ റെഡ് എടുത്തു കഴിഞ്ഞാൽ അതും ഇത് ഡൗൺ ആണ്. ആ 4 ഹവറിൽ ഇത് ഡൗൺ ആണ്. ഈ ഒരു ഗ്രീൻ ഇത്രയും ഹൈ ആണ് 4 ഹവറിൽ. ഇതുപോലെ തന്നെ നമുക്ക് ഇവിടെ 15 മിനിറ്റ് എടുക്കാം. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്കവിടെ ടൈം ഫ്രെയിം സെറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഞാൻ ഇവിടെ കാണിച്ചു തരാം. ഈ ഇപ്പോൾ കാണുന്ന ഈ ഓരോ ക്യാൻഡിലും 15 ഹവറാണ്. എന്ന് വെച്ചാൽ നമ്മൾ അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും നമുക്ക് തന്നെ ക്യാൻഡിൽസ്. ഇപ്പോൾ ഇത് നിങ്ങൾ താഴെ ടൈം ആയി കഴിഞ്ഞാൽ 12:30 അടുത്ത ക്യാൻഡിൽ 12:45. ഓരോന്നും 15 മിനിറ്റിനാണ് റെപ്രസെൻറ്റ് ചെയ്യണത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ 12 മന്ത് എടുക്കാം. അങ്ങനെ കുറേ അധികം ടൈം ഫ്രെയിമും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് നോക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കണ്ടു കഴിഞ്ഞാൽ ഇതൊക്കെ ഓരോ 12 മന്താണ്. എന്ന് വെച്ചാൽ ഒരു വർഷമാണ് ഈ കാണിക്കുന്നത്. ഒരു വർഷത്തിൽ ഇത്രയും ഗെയിൻ ഉണ്ടായി, അടുത്ത വർഷത്തിൽ ഇത്രയും ഡൗൺ ഉണ്ടായി, അടുത്ത വർഷത്തിൽ ഇത്രയും ഉണ്ടായി, ഈ വർഷത്തിൽ ഇത്രയും കയറിക്കൊണ്ടിരിക്കണു. ഇനി എവിടെ എത്തുന്നു നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റണം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ട്രേഡിങ്ങിൻ്റെ മെയിനായിട്ട് കാര്യങ്ങൾ വന്നത്. അതുപോലെ തന്നെ നമ്മുടെ ട്രേഡിങ് പോലെ തന്നെയാണ് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റും കാര്യങ്ങളും വന്നത്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് ഞാൻ 4 ഹവർ എടുക്കാം. 4 ഹവറാണ് മെയിനായിട്ട് എല്ലാവരും യൂസ് ചെയ്യണത്. ഓക്കെ, ഇതിവിടെ നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വേണ്ട സ്റ്റോക്കോ അല്ലെങ്കിൽ ക്രിപ്റ്റോയോ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാനിവിടെ പോയിട്ട് സൊമാറ്റോ എന്ന് സെർച്ച് ചെയ്യാണ്. ഓക്കെ, സൊമാറ്റോ കിട്ടി. നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും സൊമാറ്റോയുടെ സ്റ്റോക്ക് പോണൊരു പോക്ക് കാണാൻ പറ്റും. ഓക്കെ, ഞാൻ സൊമാറ്റോയെ കുറിച്ചൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ പഠിച്ചിട്ട് മാത്രം എല്ലാവരും ചെയ്യുക, അല്ലാണ്ട് കൊണ്ടുപോയി ഒരിക്കലും ഇൻവെസ്റ്റ് ചെയ്യരുത്. കാരണം ഇതൊക്കെ ഓരോ പാറ്റേൺസ് ആണ്. ഇവിടെ എവിടെ സ്റ്റോപ്പ് ലോസ് നോക്കണം, എവിടെ ടാർഗറ്റ് നോക്കണം എന്ന് ഒന്നും നിങ്ങൾക്ക് ഐഡിയ ഇല്ലാത്തവരായിരിക്കും. ഇതൊക്കെ പഠിച്ചിട്ട് മാത്രം വേണം ചെയ്യാനായിട്ട്. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് ഇവിടെ സ്റ്റോക്കും ഇതുപോലെ തന്നെ നമുക്ക് അനലൈസ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് കല്യാൺ ജ്വല്ലേഴ്സ് വേണ്ടി നിങ്ങൾക്ക് എടുക്കാം. ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ കല്യാൺ ജ്വല്ലേഴ്സ് എന്നൊക്കെ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഓരോന്ന് കാണാൻ പറ്റും. അതുപോലെ തന്നെ ടാറ്റ സ്റ്റീൽ, അതൊക്കെ നിങ്ങൾക്ക് ഓരോ നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റിയ നല്ല സ്ഥലങ്ങളാണ്. പക്ഷേ അതൊക്കെ അനലൈസ് ചെയ്തിട്ട് വേണം നമ്മൾ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മുടെ കാശ് പോകും. ഇതുപോലെയാണ് നമ്മൾ ഓരോ സ്റ്റോക്കും കാര്യങ്ങളും. പിന്നെ ഈ പാറ്റേൺസും കാര്യങ്ങളും പറഞ്ഞതിൻ്റെ കാര്യം ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണോ ക്ലിയർ ആയോ എന്ന് എനിക്കറിയത്തില്ല. ഓക്കെ, ക്ലിയർ ആയവർ കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഈ ഒരു സ്ക്രീൻ കണ്ടിട്ട് നിങ്ങൾക്കിപ്പോൾ ഒരു തേങ്ങ മനസ്സിലാവില്ല എന്ന് എനിക്കറിയാം. എന്ന് വെച്ചാൽ നിങ്ങളൊരു ബിഗിനറാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ഇത് എന്താണെന്നൊരു സാധനം നിങ്ങൾക്ക് ഉണ്ടാവത്തില്ല. ഓക്കെ, ഇതൊക്കെ ഓരോ പാറ്റേൺസും കാര്യങ്ങളൊക്കെയാണ് അനലൈസ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഓക്കെ, ഇനി ഞാൻ ഇത്രയും പറഞ്ഞതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രേഡിങ്ങിൻ്റെ ഒരു ബിഗിനർ കോഴ്സ് എടുക്കാൻ പറ്റും. ഓക്കെ, ഞാൻ ബേസിക്കലി ഒരു ട്രേഡിംഗ് ബിഗിനർ കോഴ്സ് എടുത്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രൈസ് കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് നിങ്ങൾ ജസ്റ്റ് എനിക്കൊന്ന് മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് നിങ്ങൾക്ക് ഓക്കെയാണ്, ട്രേഡിങ് എനിക്ക് ചെയ്യാൻ പറ്റുന്ന വിശ്വാസമുള്ളവർ, ആ ഒരു മൈൻഡ് സെറ്റ് ഉള്ളവർ മാത്രം എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി. അല്ലാത്തവർ നിങ്ങളിപ്പോൾ തന്നെ ക്വിറ്റ് ചെയ്തു ട്രേഡിങ്. കാരണം ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ അങ്ങനെ എല്ലാവർക്കും പറ്റിയതല്ല. എന്ന് വെച്ചാൽ പണം ഉണ്ടാക്കണമെന്ന് തലക്കകത്തൊരു സാധനം വേണം. ആ ഒരു അങ്ങനെ ഉള്ളവർക്ക് മാത്രം പറ്റിയൊരു പരിപാടിയാണ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. നിങ്ങൾക്കപ്പോൾ ട്രേഡിംഗ് കോഴ്സ് ആവശ്യമുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. പിന്നെ എനിക്ക് എങ്ങാനും മെസ്സേജ് അയച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ എൻ്റെ ഫോളോയിങ് ലിസ്റ്റിലുള്ള ഇക്ബാൽ ട്രേഡിംഗ് ചാറ്റ് അസിസ്റ്റൻറ്റ് അക്കൗണ്ടിലേക്ക് ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ പുള്ളി ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളും പറഞ്ഞു തരും. എനിക്ക് മെസ്സേജ് അയച്ചിട്ട് റിപ്ലൈ കിട്ടിയില്ലെങ്കിൽ പുള്ളിക്ക് ഒന്ന് മെസ്സേജ് അയച്ചു നോക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ ശരി, നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. പിന്നെ ചാനലൊന്ന് സബ് ചെയ്ത് വെച്ചേക്കുക. ഇടയ്ക്ക് ഇതുപോലെ എന്തെങ്കിലും ഇൻഫോർമേറ്റീവ് വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ഇടുന്നതായിരിക്കും.